ബാഴ്സലോണ നഗരം ഇന്നലെ ലോക കത്തോലിക്കരുടെ ആത്മീയ കേന്ദ്രമായി. ലയോ 14 മാർപ്പാപ്പ സഗ്രാദ ഫെമിലിയ ബസിലിക്കയിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരമായ ഈശോയുടെ ഗോപുരം ആശീർവദിക്കുകയും ചെയ്തു. ഇത് കേവലം ഒരു വാസ്തുവിദ്യാ നേട്ടത്തിന്റെ ആഘോഷം മാത്രമല്ല, ദൈവത്തിന്റെ സ്വന്തം വാസ്തുശില്പി എന്നറിയപ്പെടുന്ന അന്തോണി ഗൗദി ഈ കോർണിറ്റിന്റെ മരണത്തിന് 100 വർഷം തികയുന്ന ദിനം കൂടിയായിരുന്നു ഇന്നലെ. 172.5 മീറ്റർ ഉയരത്തിൽ ബാഴ്സലോണ നഗരത്തിന്റെ ചക്രവാള രേഖ ഭേദിച്ച് ഉയർന്നു നിൽക്കുന്ന ഈശോയുടെ ഗോപുരം ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരമാണ്. 2026 ഫെബ്രുവരിയിൽ ഗോപുരത്തിന്റെ ഏറ്റവും മുകളിൽ കുരിശ് സ്ഥാപിതമായതോടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ദേവാലയ ഗോപുരം എന്ന സ്ഥാനം ജർമ്മനിയിൽ ഉലം കത്തീഡ്രലിന് നഷ്ടപ്പെട്ടു. 1890-ൽ പണി തീർന്ന ഉലം ഗോപുരത്തിന്റെ ഉയരം 530 അടിയാണ്, അതായത് 161.5 മീറ്റർ. ബാഴ്സലോണ ഗോപുരത്തിനാകട്ടെ 565 അടിയാണ്, അതായത് 172.5 മീറ്റർ ഉയരം. നഗരത്തിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ ഗോപുരം കാണാനാകും. ഇതിൽ നിന്നാണ് ഈ പേപ്പൽ സന്ദർശനത്തിന്റെ മുദ്രാവാക്യം ഉടലെടുത്തത്. മുകളിലേക്ക് നോക്കൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിശ്വാസിയോട് ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ആഹ്വാനം ചെയ്യുന്ന വാക്കുകൾ. 1882 മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനം. ലയോ 13 പാപ്പായുടെ കാലത്ത് ബാഴ്സലോണയിൽ ഒരു ദേവാലയത്തിന്റെ തറക്കല്ലിടുന്നു. ഒരു വർഷത്തിനു ശേഷം ആ പദ്ധതിയുടെ ചുമതല ഏൽക്കുന്നത് കത്തലോണിയയിലെ യുവ വാസ്തുശില്പി അന്തോണി ഗൗദിയാണ്. തന്റെ ജീവിതത്തിന്റെ 41 വർഷം അദ്ദേഹം ഈ ദേവാലയത്തിനായി ഒഴിഞ്ഞുവെച്ചു. 1926-ൽ ബാഴ്സലോണയുടെ തെരുവിൽ ഒരു ട്രാം ഇടിച്ച് അദ്ദേഹം മരണമടഞ്ഞപ്പോൾ സ്വപ്നം ഇനിയും പൂർത്തിയാകാതെ കിടന്നു. എന്നാൽ ആ സ്വപ്നം ഒരിക്കലും മരിച്ചില്ല. ശില്പികളുടെയും കരകൗശല വിദഗ്ധരുടെയും 5 തലമുറകൾ 144 വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും 10 കൊല്ലം കൂടി വേണ്ടിവരും പള്ളിയും മുൻവശത്തെ വിശാലമായ ചത്തുരവും പൂർത്തിയാകാൻ. കല്ലിൽ ആലേഖനം ചെയ്ത ജീവനുള്ള വിശ്വാസ പ്രഖ്യാപനമായി പള്ളി വളർന്നുകൊണ്ടിരിക്കുന്നു. സഗ്രാദ ഫെമിലിയ ഒരു സാധാരണ ദേവാലയമല്ല. വെളിപാടിന്റെ പുസ്തകത്തിലെ സ്വർഗീയ ജെറുസലേമിന്റെ ദർശനത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഗൗദി രൂപകൽപ്പന ചെയ്ത ഈ ദേവാലയം കലയിലൂടെ നടത്തുന്ന ഒരു സുവിശേഷ പ്രഘോഷണമാണ്. 3 മുഖപ്പുകൾ, 3 ദൈവശാസ്ത്ര ദർശനങ്ങൾ. ഒന്നാമത്തെ മുഖവാരം, അതായത് ജനനമുഖം, ഈശോ മിശിഹായുടെ പിറവിയുടെ ആനന്ദം ആഘോഷിക്കുന്നു. മരങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും സൃഷ്ടിയുടെ സൗന്ദര്യം മുഴുവൻ കല്ലിൽ ജീവൻ പ്രാപിക്കുന്നു. രണ്ടാമത്തേത് പീഠാനുഭവമുഖമാണ്. അത് ഗത്സമേൻ മുതൽ ഗാഗുൽത്ത വരെയുള്ള കുരിശിന്റെ വഴിയുടെ ആഴമേറിയ വ്യഥ ദൃശ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നു. ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്ന മഹത്വമുഖമാണ് മൂന്നാമത്തേത്. ഇത് മരണത്തിനപ്പുറമുള്ള ദൈവിക മഹിമ പ്രകടിപ്പിക്കും. ഈ മുഖവാരത്തിന് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും ഒരു ദശകത്തിലേറെ വേണ്ടിവരും. ഗൗദി ആകെ 18 ഗോപുരങ്ങളാണ് വിഭാവനം ചെയ്തത്. 12 അപ്പസ്തോലന്മാർക്ക്, 4 സുവിശേഷകർക്ക്, 1 പരിശുദ്ധ കന്യകാമറിയത്തിന്, ഒടുവിൽ ഏറ്റവും ഉയരത്തിൽ ഈശോ മിശിഹായ്ക്ക്. കത്തോലിക്ക സഭ ഗൗദിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ഈ ദർശനത്തിന്റെ ആഴം അംഗീകരിച്ചുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്വന്തം വാസ്തുശില്പി, ഈ വിശേഷണം അദ്ദേഹം അർഹിക്കുന്നുണ്ട്. കല അദ്ദേഹത്തിനൊരു ഉപജീവന മാർഗമായിരുന്നില്ല, ദൈവത്തോടുള്ള സംഭാഷണമായിരുന്നു. ഇന്നലെ നടന്ന കൂദാശ കർമ്മത്തിൽ ഏകദേശം 200 മെത്രാന്മാരും ബസലിക്കകത്തും പുറത്തുമായി 9000-ഓളം വിശ്വാസികളും പങ്കെടുത്തു. ഇന്ത്യൻ സഭയെ പ്രതിനിധീകരിച്ച് സീറോ മലബാർ കത്തോലിക്ക സഭയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ബിഷപ്പ് മാർ ജോസഫ് സ്രാമ്പിക്കൽ എന്നിവർ പങ്കെടുത്തു. ദൈനംദിനം 19,000 തീർത്ഥാടകർ പള്ളിക്കകം സന്ദർശിക്കുകയും ദശലക്ഷങ്ങൾ പുറത്തുനിന്ന് ദർശനം നടത്തുകയും ചെയ്യുന്ന ഈ ദേവാലയം ഒരേ സമയം ഒരു നിർമ്മാണ ഭൂമിയും ആത്മീയ തീർത്ഥാടന കേന്ദ്രവുമാണ്. ഇന്നലെ ഗൗദിയുടെ ചരമശതാബ്ദി ദിനത്തിൽ ബാഴ്സലോണയുടെ ആകാശത്ത് വർണ്ണപ്രകാശധാരകൾ ഈശോയുടെ ഗോപുരത്തെ ആലിംഗനം ചെയ്തപ്പോൾ ലോകം ഒരിക്കൽ കൂടി ആ ദേവാലയം ഉദ്ഘോഷിക്കുന്ന സന്ദേശം ശ്രവിച്ചു. മുകളിലേക്ക് നോക്കൂ, കുരിശ് അവിടെയുണ്ട്, ദൈവം അവിടെയുണ്ട്.